ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ ആഴ്ച മുതൽ 40ാമത്തെ ആഴ്ച വരെയുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അതായത് ആദ്യത്തെ ആഴ്ച മുതൽ 16ാമത്തെ ആഴ്ച വരെയുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ പോയി കാണുക. ഇന്നത്തെ വീഡിയോയിൽ 17ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, അമ്മയ്ക്കുണ്ടാകുന്ന സിംറ്റംസ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് 17ാമത്തെ ആഴ്ച എന്ന് പറയുന്നത് ഗർഭകാലത്തിലെ കുഞ്ഞിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. 17ാമത്തെ ആഴ്ച ഗർഭകാലത്തിൻ്റെ 4ാം മാസത്തിലാണ് വരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാവുമെങ്കിലും കുഞ്ഞിൻ്റെ വളർച്ച അതിവേഗം നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ 17ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. കുഞ്ഞിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ നഖങ്ങളും അതുപോലെ തന്നെ എല്ലുകളും കൂടുതൽ ശക്തമാവുകയും വളരുകയും ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. കുഞ്ഞിന് കൂടുതൽ ഭാരം വയ്ക്കുന്നതും ഈ സമയത്ത് തൊട്ടാണ്. വെർണിക്സ് എന്നറിയപ്പെടുന്ന ചർമ്മത്തിലെ സംരക്ഷിത ഫിലിം വികസിക്കുന്നതും ഈ സമയത്താണ്. ഇത് ചർമ്മത്തിനെ സംരക്ഷിക്കുക മാത്രമല്ല, ചർമ്മത്തിലെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുകയും കുഞ്ഞിനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയും സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ നടക്കുന്നത്. വരും ആഴ്ചയിൽ തന്നെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ, കുഞ്ഞ് തിരിയുന്നതും അനങ്ങുന്നതും ഒക്കെ അമ്മയ്ക്ക് അറിയാനും സാധിക്കും. ഇതാണ് പ്രധാനമായിട്ട് കുഞ്ഞിൻ്റെ വളർച്ചയിൽ 17ാമത്തെ മാസത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. പിന്നീടുള്ളത് ഇനി അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കഴിക്കാൻ നോക്കണം. അതായത് വീട്ടിലുള്ളതായിരുന്നാൽ കുറച്ചും കൂടെ നല്ലത്. അല്ലാതായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള മലക്കറികൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി ഈ ശരീരത്തിലുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, അതായത് ഇപ്പം മിക്കവാറും ഗർഭധാരണ സമയത്തും അല്ലെങ്കിൽ ഗർഭകാലത്തിൽ സമയത്തൊക്കെ കൂടുതലും ആൾക്കാർ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം എന്ന് പറയുന്നത്. ഇത് കൂടുതലും അവർ കോമൺ ആയിട്ട് ഒരു കാണുന്ന ഒരു സിംറ്റമാണ് എന്നെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ധാരാളം വെള്ളവും കുടിക്കുന്ന വഴി അതങ്ങ് ഒഴിവായി പോവും. പിന്നീടുള്ളത് ശരീരത്തിലുണ്ടാവുന്ന ചൊറിച്ചിലാണ്. ഈ സമയത്തുണ്ടാകുന്ന ഇച്ചിങ് ചിലപ്പോൾ സഹിക്കാൻ പറ്റാതെ ആയിട്ട് വരും. പക്ഷേ ഇതൊക്കെ ഒരു കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണുക. ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ടും അതുപോലെ തന്നെ വയറിലും സ്ഥലങ്ങളിലും ഒക്കെ വലുതാവുന്നത് കൊണ്ടും ഇതിൻ്റെ സ്ട്രെച്ച് മാർക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചൊറിച്ചിലുണ്ടാവുന്നത്. ഇത് കോമൺ ആയിട്ട് ഒരു പ്രഗ്നൻസി ടൈമിൽ കാണുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നീട് മോയ്സ്ചറൈസർ എന്തെങ്കിലും നിങ്ങൾ ഇടുന്നതും നമുക്ക് ഈ ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. മറ്റ് മെഡിസിൻസ് ഒന്നും, അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കാൻ ശ്രമിക്കരുത്. സ്വന്തമായിട്ടൊന്നും കഴിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഉള്ളത് പ്രധാന പ്രശ്നമാണ് നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി, ദഹനക്കേട് എന്നിവ. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം നമ്മളൊരു 3ാമത്തെ മാസം വരെ ഛർദ്ദിൽ, ഓക്കാനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഒരു 4ാമത്തെ മാസം തൊട്ടായിരിക്കും കൂടുതലും ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് കഴിക്കാനും എന്തും കഴിക്കാനും ഒക്കെ ഉള്ള ഒരു തോന്നലുണ്ടാവും. വിശപ്പ് ധാരാളം ഉണ്ടാവും. അപ്പോൾ കഴിവതും നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ ഫുഡ് കഴിക്കുക. അതായത് മസാല കൂടുതൽ ഐറ്റംസ് കഴിക്കാതിരിക്കുക, എരിവ് കൂടിയ ഐറ്റംസ് കഴിക്കാതിരിക്കുക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത് കാലിലെ വേദന, മസിൽ പിടുത്തമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഉള്ളത് ഗർഭപാത്രം വലുതാവുന്നതനുസരിച്ചിട്ട് നടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ചൂട് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും 4ാമത്തെ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്.